ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചീസ് ബർഗറിന്റെ റെസിപ്പിയാണ്. കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബർഗറാണ്. എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ ഒരു 6 ബണ്ണ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതുപോലെ നമുക്ക് 6 ബണ്ണും കട്ട് ചെയ്ത് രണ്ടാക്കി മാറ്റി വെച്ചിരിക്കണം. ഇപ്പം ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായിട്ട് ഒരു പ്ലേറ്റിൽ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ചിക്കനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൈകൊണ്ട് കുടഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിലാവുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനൊക്കെ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം. ഒരുപാട് ഇട്ട് കൊടുക്കരുത്, ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ 6 പീസ് കിഴങ്ങും 6 പീസ് ചിക്കനുമാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ എല്ലില്ലാത്ത മാംസഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര ബണ്ണാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ചിക്കനും ആ ഒരു കിഴങ്ങും എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഓയിലിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം, പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ടേസ്റ്റ് ബട്ടറിൽ ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതിൻ്റെ ഒരു ഭാഗം 2 മിനിറ്റ് നേരം വേവിച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തത് കൊണ്ട്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇതിൽ തന്നെ നമുക്ക് കിഴങ്ങും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കിഴങ്ങ് ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഓരോ മിനിറ്റ് നേരം മാത്രം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ചിക്കൻ ആണെങ്കിലും അതുപോലെ കിഴങ്ങാണെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ആക്കി എടുക്കരുത്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണ് ഞാനിവിടെ ഒരു ബോളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ആദ്യം ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത് സവോള വട്ടത്തിൽ കട്ട് ചെയ്തതാണ്. അതുപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു കിഴങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ പീസും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിന് മുകളിലേക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചീസിൻ്റെ പീസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിന് മുകളിലേക്ക് ഇനി തക്കാളി കൂടി വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് മയോണൈസ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മയോണൈസാണ്. ഞാൻ ഉണ്ടാക്കുന്ന മയോണൈസിൻ്റെ വീഡിയോസ് ചാനലിൽ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാതിരുന്നത്. അത് കാണാൻ താല്പര്യമുള്ളവർ സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു മയോണൈസ് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ ബണ്ണിലും കൂടെ കുറച്ച് ടൊമാറ്റോ സോസും മയോണൈസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കാണാനൊരു നല്ല ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മുകളിലേക്ക് ഒരു പീസ് ചീസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഉണക്കമുളക് പൊടിച്ചതും കറിവേപ്പില കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബണ്ണ് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം, എന്നാലാണ് ഈ ബണ്ണിന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും അതുപോലെ തന്നെ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരികയും ചെയ്യണം. ഇപ്പോൾ ഇതിങ്ങനെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 6 ബണ്ണും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഓവൺ ഉള്ളവർ ഓവണിൽ വെച്ച് കൊടുക്കുക, അല്ലാത്തവർ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിലേക്ക് ഓരോ ബണ്ണായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അതിലപ്പുറം വഴുകിപ്പോവരുത്. അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ജ്യൂസി ആയിട്ട് അതുപോലെ ഈ ഒരു ചീസൊക്കെ നല്ല മെൽറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇതുപോലെ അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു അടപ്പിന്റെ ഹോളിൽ ഒരു ചെറിയ പേപ്പർ തിരികെ വെച്ച് കൊടുക്കണം. എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അതിലപ്പുറം വഴുകി പോവരുത്. ഇപ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര നന്നായിട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബർഗർ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.